നമസ്കാരം, ഞാൻ രശ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. പോലീസുകാരനും സഹോദരനുമെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് നെയ്യാർ ഡാം പോലീസ്. തട്ടുകടക്കാരനെയും സഹോദരനെയും തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെയും മർദ്ദിച്ച കേസിലാണ് മൈലക്കര ആലുമൂട്ടിൽ വീട്ടിൽ തിരുവനന്തപുരം എയർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ 38 വയസ്സുള്ള CPO രാഹുൽനാഥ്, ഇയാളുടെ സഹോദരൻ ഓട്ടോ ഡ്രൈവറായ 40 വയസ്സുള്ള രാകേഷ് നാഥ് എന്നിവർക്കെതിരെ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഇവരുടെ വീട്ടിന് മുന്നിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് അതിക്രമിച്ച് കയറി തട്ടുകടയിലുള്ളതെല്ലാം അടിച്ചു തകർക്കുകയും കടയുടമ സുധീഷിനെയും സഹോദരൻ അനീഷിനെയും തടിക്കഷ്ണമെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ട് കടയിൽ ഭക്ഷണം കഴിക്കാനിരുന്ന രവീന്ദ്രൻ നായർ, രാമചന്ദ്രൻ നായർ, രതീഷ് എന്നിവർ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ രാഹുൽനാഥും രാകേഷ് നാഥും ഇവരെയും ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ പോലീസുകാരനാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം, ആരും എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആക്രോശിച്ച് അസഭ്യം വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ഇരുവരും പുറത്തിറങ്ങി തട്ടുകടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന രതീഷിൻ്റെയും രവീന്ദ്രൻ നായരുടെയും ഇരുചക്രവാഹനങ്ങളും അടിച്ചു തകർത്തു. സംഭവത്തിൽ സുധീഷിൻ്റെ തലയിൽ 13ഓളം തുന്നലുകളുണ്ട്. മറ്റുള്ളവർക്കും പരിക്കുകളുണ്ട്. സുധീഷിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇരുവർക്കുമെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്ന് മുങ്ങിയ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു. പരിക്കേറ്റവരെല്ലാം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടയിൽ വന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ അടിക്കുകയും അത് കഴിഞ്ഞ് കടയിൽ ചായ കുടിക്കാൻ വന്ന വയസ്സായ അമ്മാവനെ അടിച്ചു. അത് കഴിഞ്ഞ് ഇതെന്തും ചോദിക്കാൻ വന്ന 2 ബൈക്കിൽ അവിടെ ചായ കുടിച്ചുകൊണ്ട് വന്ന 2 അവിടെയുള്ള നാട്ടുകാരായ 2 പേരെ ബൈക്ക് ഓടിച്ച് പൊട്ടിച്ചു, അവരെ ഉപദ്രവിച്ചു. ഇത് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി എന്താണ് ഇത് സംഭവം എന്ന് ചോദിക്കുന്നതിനും പറ്റി എൻ്റെ പുറത്തിലേക്ക് അടിക്കുകയും അത് കഴിഞ്ഞ് പിന്നെ കട ഫുള്ളടിച്ച് പൊട്ടിക്കുകയും പിന്നെ നാട് മൊത്തം ഭയങ്കര ഉണ്ടാക്കുകയും അവരെ വീട് തന്നെ അവർ ആട്ടോയും പിന്നെ അവരെ പിന്നെ ജനറൽ ഗ്ലാസും അടിച്ചു പൊട്ടിച്ചു. നാട്ടുകാരെ എല്ലാം അവിടെ ഭയങ്കരമായ ഒരു ഭീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പിന്നെ ഈ 2 ഒരാൾ പോലീസുകാരനാണ്, പുള്ളിയിലെ ചേട്ടനാണ് വേറൊരാൾ. ഇവർ 2 പേരും കൂടെ ഭയങ്കരമായ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. ഇവിടെ സംഭവിച്ചത് ഒരു ക്രിമിനലുകൾ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നടന്നത്. ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെ ഒരു ഹോളോബ്രിക്സ് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സാധനം വാങ്ങിക്കാൻ വന്നവരെ ഇവർ വെറുതെയെങ്കിലും 2 പട്ടിയെ വന്ന് ഇവിടെ കൊണ്ടുവന്നു എന്ന പേരിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടക്കം. അത് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ കടകൾ അടിച്ചു പൊട്ടി തുടങ്ങിയത്. ഇവിടെ ഇരുന്ന ബൈക്കിലടിച്ച് ആരെ ബൈക്കടാന്ന് ചോദിച്ചുകൊണ്ടാണ് അടി തുടങ്ങിയത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്നുള്ളൊരു പ്രകോപനമായി പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതായിപ്പോയി. കാര്യം എല്ലാം നമ്മളെ കൂടപ്പുറപ്പുള്ള പോലെ കരുതിയിരുന്ന ആളുകളല്ലേ. പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനം വരേണ്ട കാര്യമില്ലല്ല. അത് നമ്മുടെ ജംഗ്ഷനിൽ സമാധാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ജംഗ്ഷനിൽ ഉള്ള ഒരു വീടാണ് ഈ വീട്. ആ വീട്ടിലാണെങ്കിൽ ക്യാമറ വരെ ഉണ്ട്. ഇതെല്ലാം ഉള്ള ആ സമയത്താണ് ഇവർ തന്നെ ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരെ തലയടിച്ച് പൊട്ടിച്ചു. നമ്മളെ ഇവിടുത്തെ കടകളെല്ലാം അടിച്ച് പൊട്ടിച്ചു. ഇവിടെ ബൈക്കുകളെല്ലാം അടിച്ച് പൊട്ടിച്ചു. എന്നിട്ടും ആരും ഇടപെട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. ഒരാൾ പോലീസുകാരായിപ്പോയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അവർ ഫോറൻസിക്കിൻ്റെ ആളുകൾ ഇന്നലെ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പോയിട്ടുള്ളത്. പിന്നെ പോലീസുകാർ ആൾ കാക്കി പോലീസിൻ്റെ ഡ്രസ്സ് ഉടുപ്പ് മാത്രം ഇട്ടിട്ടില്ല, കാക്കി പാൻറ്റ് എല്ലാം ഉൾപ്പെടെയുള്ളതാണ് ഇട്ടുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്.